ഫലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിക്കാനും മറ്റ് രാജ്യങ്ങളെ ഈ വിഷയത്തിൽ ബോധ്യപ്പെടുത്താനും താൽപര്യപ്പെടുന്നതായി ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഫലസ്തീൻ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസിന് അയച്ച കത്തിൽ സ്ഥിരീകരിച്ചതായി ഫ്രഞ്ച് മാധ്യമമായ റേഡിയോ ഫ്രാൻസ് ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തു. ഈ നീക്കം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലും അന്താരാഷ്ട്ര നയത്തിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ ഇസ്രയേൽ അധിനിവേശത്തിലുള്ള ഫലസ്തീൻ പ്രദേശങ്ങളും ഭാവിയെക്കുറിച്ചുള്ള ആഗോള ചർച്ചകൾക്കും ഇതൊരു പുതിയ അധ്യായം കുറിക്കും. ഐക്യരാഷ്ട്രസഭയിലെ 193 അംഗരാജ്യങ്ങളിൽ 144 രാജ്യങ്ങളും ഇതിനോടകം ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചിട്ടുണ്ട്. റഷ്യ, ചൈന, ഇന്ത്യ തുടങ്ങിയ വൻ ശക്തികളും ഈ രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഇത് ഫലസ്തീൻ ജനതയുടെ സ്വയം നിർണായക അവകാശത്തോടുള്ള ആഗോള പിന്തുണയുടെ വ്യാപ്തി വ്യക്തമാക്കുന്നു. എന്നാൽ യൂറോപ്യൻ യൂണിയനിലെ 27 രാജ്യങ്ങളിൽ ചുരുക്കം ചില രാജ്യങ്ങൾ മാത്രമാണ് ഫലസ്തീനെ അംഗീകരിച്ചിട്ടുള്ളത്. അംഗീകരിച്ചിട്ടുള്ളവയിൽ ഭൂരിഭാഗവും മുൻ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണ്. ഇത് പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഈ വിഷയങ്ങളിലുള്ള നിലപാടുകളെ വൈവിധ്യം എടുത്തു കാണിക്കുന്നു. കഴിഞ്ഞ വർഷം സ്പെയിൻ, അയർലൻഡ്, നോർവ, ചെക്കോസ്ലോവാക്യ തുടങ്ങിയ രാജ്യങ്ങൾ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച് മുന്നോട്ട് വന്നിരുന്നു. ഈ രാജ്യങ്ങളുടെ നീക്കം യൂറോപ്യൻ ഫലസ്തീൻ അനുകൂല നിലപാടിന് കൂടുതൽ പിന്തുണ നൽകുന്നതിന്റെ സൂചന നൽകി. ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള സംഘർഷത്തിന് ദ്വിരാഷ്ട്ര പരിഹാരം എന്ന നിലപാട് ശക്തിപ്പെടുത്തുന്നതിൽ ഈ അംഗീകാരങ്ങൾക്ക് വലിയ പങ്കുണ്ട്. മാക്രോൺ തന്റെ വാഗ്ദാനം പാലിക്കുകയാണെങ്കിൽ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിനെ സ്ഥിതിരാഖവും ലോകത്തിലെ ഒരു പ്രമുഖ പാശ്ചാത്യ ശക്തിയും ആദ്യത്തെ G17 രാജ്യവുമായി ഫ്രാൻസ് ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതോടെ ഇത് ഒരു ചരിത്രപരമായ നീക്കമായി മാറും. ഈ തീരുമാനം ഏറെക്കുറെ ക്രിയാത്മകമാണെങ്കിലും ഫലസ്തീൻ പ്രശ്നത്തിന് ഒരു രാഷ്ട്രീയ പരിഹാരം കാണുന്നതിനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്ക് ഇത് വലിയ ഉത്തേജനം നൽകും. കിഴക്കൻ ജെറുസലേം തലസ്ഥാനമാക്കി വൈസ്ബക്കിലും ഗാസയിലും ഫലസ്തീൻ വളരെ കാലമായി ഒരു സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കുകയാണ്. ഈ പ്രദേശങ്ങൾ ഇപ്പോൾ ഇസ്രയേൽ കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. ഫലസ്തീന്റെ അംഗീകാരം ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങൾക്കും അവരുടെ രാഷ്ട്രീയ രൂപീകരണവും സ്വപ്നങ്ങൾക്കും ഒരു പുതിയ ഊർജം നൽകും. ഗാസയിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭക്ഷ്യസഹായ ക്ഷാമത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോള പ്രതിഷേധം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് മാക്രോന്റെ ഈ പ്രഖ്യാപനം. ലോകരാജ്യ സംഘടനയുടെ നിരവധി അന്താരാഷ്ട്ര സഹായം സംഘടനകളെയും അഭിപ്രായത്തിൽ മാനുഷിക സഹായം വിതരണത്തിലും ഇസ്രയേലിന്റെ നിയന്ത്രണങ്ങൾ ഗാസയിൽ വൻതോതിലുള്ള പട്ടിണിയിലേക്ക് നയിച്ചു. ഈ ഗുരുതരമായ മാനുഷിക പ്രതിസന്ധി ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ സംഘടനകളെയും രാജ്യങ്ങളെയും ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഫലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും അവരുടെ ദുരിതങ്ങൾ ലഘൂകരിക്കാനും അന്താരാഷ്ട്ര സമൂഹം കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഫ്രാൻസ് പരമ്പരാഗതമായി പിന്തുണയ്ക്കുന്ന ദ്വിരാഷ്ട്ര പരിഹാരം എന്ന ആശയം നിലനിർത്തുന്നതിനായി ഫലസ്തീനെ അംഗീകരിക്കണമെന്ന് മാക്രോൺ മാസങ്ങളായി വാദിച്ചിരുന്നു. ഇസ്രയേലും ഫലസ്തീനും രണ്ട് സ്വതന്ത്ര രാഷ്ട്രങ്ങളായി സമാധാനപരമായി സഹവസിക്കുകയാണ് എന്നതാണ് ദ്വിരാഷ്ട്ര പരിഹാരം എന്നതുകൊണ്ടും അർത്ഥമാക്കുന്നത്. ഈ പരിഹാരം മേഖലയിലെ ദീർഘകാല സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള ഏറ്റവും പ്രയോഗകമായ മാർഗമായി പലരും കാണുന്നു. ഫ്രാൻസ് ഫലസ്തീനെ അംഗീകരിച്ചാൽ സൗദി അറേബ്യയും മറ്റ് അറബ് രാജ്യങ്ങളും ഇസ്രയേലിനെ അംഗീകരിക്കുമെന്നും മാക്രോൺ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അങ്ങനെ ഉണ്ടായില്ല എന്നും മിഡിൽ ഈസ്റ്റേൺ സ്പെഷ്യലിസ്റ്റ് ഫ്രെഡറിക് ഇന്റൻസെൽ റേഡിയോ ഫ്രാൻസ് ഇന്റർനാഷണലോട് പറഞ്ഞിരുന്നു. ഇത് പശ്ചിമേഷ്യയിലെ സങ്കീർണമായ നയതന്ത്ര ബന്ധങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇസ്രയേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാകുമെന്നും ഫലസ്തീൻ പ്രശ്നത്തിന് ഒരു ന്യായമായ പരിഹാരം അത്യാവശ്യമാണെന്നും പല രാജ്യങ്ങളും കരുതും. ദ്വിരാഷ്ട്ര പരിഹാരം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്തയാഴ്ച ന്യൂയോർക്കിൽ നടക്കുന്ന UN സമ്മേളനത്തിൽ സൗദി അറേബ്യയ്ക്കൊപ്പം സഹ അധ്യക്ഷത്വം വഹിക്കുന്ന ഫ്രാൻസ് നിലപാട് വ്യക്തമാക്കാൻ സമ്മർദ്ദത്തിലായിരുന്നു. ഫ്രാൻസ് തന്നെ രണ്ട് രാജ്യങ്ങളിൽ ഒന്നിനെ അംഗീകരിച്ചില്ലെങ്കിൽ ദ്വിരാഷ്ട്ര പരിഹാരത്തിന് അനുകൂലമായ ഒരു സഖ്യത്തിന് നേതൃത്വം നൽകുന്നത് ബുദ്ധിമുട്ടാണ്. ജനീവയെ ആസ്ഥാനമായുള്ള സെന്റർ ഫോർ സ്റ്റുഡൻസ് ആർട്സ് റിസർച്ച് ഓഫ് ദ അറബ് ആൻഡ് സ്റ്റുഡൻസ് ഡയറക്ടർ ഹസീന അബീബ് പറയുന്നത്. ഈ അഭിപ്രായം ഫ്രാൻസിന്റെ നയതന്ത്രപരമായ പ്രതിബദ്ധതയുടെ പ്രാധാന്യം ഊന്നി പറയുന്നു. നിലവിൽ ഇസ്രയേൽ കൈവശപ്പെടുത്തിയിരിക്കുന്ന ഫലസ്തീന്റെ പ്രദർശനങ്ങളിൽ ഫ്രാൻസിന്റെ അംഗീകാരത്തോടെ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകില്ല എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് ഭൂമിശാസ്ത്രപരമായ നയതന്ത്രങ്ങളിൽ ഉടനടി മാറ്റങ്ങൾ വരുത്തില്ല. കാരണം അധിനിവേശം ഇപ്പോഴും തുടരുകയാണ്. എന്നിരുന്നാലും ഈ നീക്കത്തിന് ശക്തമായ ക്രിയാത്മക പ്രാധാന്യമുണ്ട്. ഇത് ഫലസ്തീൻ ജനതയുടെ ന്യായമായ ആവശ്യങ്ങൾക്കും അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പാക്കുകയും ഇസ്രയേലിന്റെ അധിനിവേശ നയങ്ങൾക്കെതിരെ ഒരു ശക്തമായ സന്ദേശം നൽകുകയും ചെയ്യും. കൂടാതെ ഇത് ഭാവിയിൽ നയതന്ത്രപരമായ നീക്കങ്ങൾക്ക് വഴി തുറക്കാൻ സാധ്യതയുണ്ട്. കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഫലസ്തീൻ അംഗീകരിക്കാൻ ഇത് പ്രചോദനമായേക്കാം. ഇത് ഐക്യരാഷ്ട്രസഭയിൽ മറ്റ് അന്താരാഷ്ട്ര വേദികളിലും ഫലസ്തീൻ പ്രശ്നത്തിന് കൂടുതൽ പിന്തുണ ലഭിക്കാൻ സഹായിക്കും.
ദ്വിരാഷ്ട്ര പരിഹാരത്തിനുള്ള സമ്മർദ്ദം വർദ്ധിക്കുകയും ഇസ്രായേൽ മേൽ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തപ്പെടുകയും ചെയ്യും. ഫലസ്തീൻ നീക്കങ്ങൾക്ക് അന്താരാഷ്ട്ര നിയമത്തിന്റെ പരീക്ഷ കൂടുതൽ ലഭ്യമാകുമെന്നത് ഇതിന് വഴിയൊരുക്കും. മാത്രമല്ല, ഈ നീക്കം ഇസ്രായേലിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളെയും സ്വാധീനിച്ചേക്കാം. ഫ്രാൻസ് പോലെയുള്ള ഒരു പ്രമുഖ യൂറോപ്യൻ ശക്തിയുടെ അംഗീകാരം ഇസ്രായേലിന്റെ നയതന്ത്രപരമായ ഒറ്റപ്പെടലിന് കാരണമായേക്കാം. ഇത് ഇസ്രായേലിനെ പലസ്തീനുകളുമായി സമാധാനപരമായ ഒരു ഒത്തുതീർപ്പിലെത്താൻ പ്രേരിപ്പിച്ചേക്കാം.